നിൽക്കുന്ന സൂര്യന് കീഴേ നിഴലില്ലാത്ത ദിവസം എന്താണെന്നല്ലേ? കോഴിക്കോട് ജില്ലയിൽ ഇന്ന് അനുഭവപ്പെട്ട പ്രതിഭാസമാണിത്. നിഴലില്ലാത്ത ദിനം എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. സൂര്യൻ ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും ഉത്തരായനഗോളത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ നിഴലില്ലാ അവസ്ഥ വരുന്നത്. സൂര്യൻ കൃത്യമായി തലയ്ക്ക് മുകളിൽ എത്തുന്നതുകൊണ്ട് നട്ടുച്ചയ്ക്ക് വസ്തുക്കളുടെ നിഴൽ ദൃശ്യമാകാതെ പോകുന്ന അപൂർവ ജ്യോതിശാസ്ത്ര പ്രതിഭാസമാണ് നിഴലില്ലാ ദിനം. സൂര്യന്റെ പരിക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് സൂര്യന് ചുറ്റും ഭൂമി ചുറ്റുന്ന സമയത്ത് ഭൂമിയുടെ അച്ചുതണ്ട് 23.5 ഡിഗ്രി ചരിഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമുക്ക് സൂര്യന്റെ സ്ഥാനം എപ്പോഴും അത് ഭൂമിയിൽ നോക്കുമ്പോൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഇത് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഒന്ന് ഏപ്രിൽ 19-നും പിന്നെ ഒന്ന് ഓഗസ്റ്റ് 24-നും. ഈ സമയത്ത് സൂര്യൻ നേരെ നമ്മുടെ 90 ഡിഗ്രി സെനിത്തിലായിരിക്കും ഈ ഉച്ചയ്ക്ക് 12:24. ആ സമയത്ത് സൂര്യപ്രകാശം കുത്തനെയുള്ള ഒരു ഓബ്ജക്റ്റിൻ്റെ മുകളിൽ പതിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് അതിൻ്റെ ബേസിലായിരിക്കും അതിൻ്റെ നിഴലുണ്ടാവുക. അപ്പം നമ്മൾ ഫലത്തിൽ അത് നിഴലില്ലാത്ത ഒരു ദിനമായിട്ടാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ ഏപ്രിൽ 11 മുതൽ 23 വരെയാണ് നിഴലില്ലാ ദിനങ്ങൾ അനുഭവപ്പെടുക. കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 12:20-നായിരുന്നു നിഴൽ അപ്രത്യക്ഷമായ പ്രതിഭാസമുണ്ടായത്. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഈ പ്രതിഭാസം നേരിട്ടറിയാൻ വിദ്യാർത്ഥികൾക്ക് അധികൃതർ അവസരവും ഒരുക്കിയിരുന്നു. ദക്ഷിണാർദ്ധഗോളത്തിനു മുകളിൽ നിന്നും വടക്കോട്ട് സൂര്യൻ പോകുന്ന സമയമായതിനാൽ തിരുവനന്തപുരം മുതൽ വടക്കോട്ടാണ് ഇനി നിഴലില്ലാ ദിനം അനുഭവപ്പെടുക. അമൃത ന്യൂസ്, കോഴിക്കോട്.